എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് പുഡിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പെരുന്നാൾക്കൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു ബ്രെഡ് പുഡിംഗ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ കസ്റ്റേർഡ് പൗഡർ അതെടുത്തിട്ടുണ്ട്. അതിലേക്ക് പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് പാലൊഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് അത്രത്തോളം പഞ്ചസാര കൂടി ഇട്ട് കൊടുത്ത് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റേർഡ് പൗഡറിൻ്റെ മിക്സില്ലേ അതുകൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് കുറുക്കി എടുക്കുന്നുണ്ട്. ഇത്രയും കട്ടി മതിയാവും. അതൊന്ന് റെഡിയാക്കി ഒന്ന് ആറാൻ വെക്കാം. ആ ടൈമിൽ നമുക്ക് ബ്രെഡ് എടുത്ത് എത്രയാണോ നമുക്ക് ഒരുപാട് ആളുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വേണം ബ്രെഡ് എടുക്കാനായിട്ട്. അതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്ത ശേഷം അത് ഇതുപോലെ ഒന്ന് ഏത് ബൗളാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതിലേക്ക് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സില്ലേ അതുകൂടി ഇതുപോലെ അതിൻ്റെ മുകളിലായിട്ട് എല്ലാവരുടെയും എത്തുന്ന രീതിയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു ചെറിയൊരു പാത്രത്തിൽ കൂടി ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഇതൊരു ക്രീമിൽ കുറച്ച് കളറാക്കിയിട്ട് അങ്ങനെ 2 കളറാക്കി എടുക്കുന്നതിന് വേണ്ടിയാണ്. ഇനി ഞാനിവിടെ ഒരു ബൗളിലേക്ക് ക്രീം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് വിസ്ക് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 30 മിനിറ്റോളം ഞാനിത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് സ്റ്റിഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കൂടി കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡ് കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബ്രെഡ് എടുക്കുക. അതിലേക്ക് നമ്മുടെ ക്രീം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കേക്കിൻ്റെ ഒരു രൂപത്തിൽ നമ്മൾ എല്ലാവരും എത്തുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മുടെ ചെറിയൊരു ബൗളിൽ കൂടി നമ്മൾ കേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്കുള്ള മിക്സാണിത്. ക്രീമിലേക്ക് കുറച്ച് റോസ് സിറപ്പാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതുകൂടി ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം അതുകൂടി ഒന്ന് അതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അത്രയും രുചികരമായിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണ് നട്ട്സ് ഉള്ളത്, പിസ്തയോ ബദാമോ എന്താ ഉള്ളത് അതുകൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിലല്ല ഫ്രിഡ്ജിലായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. ഭയങ്കര ടേസ്റ്റാണ്. സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതെന്ന് വെറുതെ പറയുന്നതല്ല, അത്രയും ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.